Ladies and gentlemen, this is Adarsh and welcome to my Ganayadi. സോ നമ്മൾ ഇന്ന് ഒരു ക്രിയേറ്റീവ് പടത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. ഉറക്കമില്ലാത്തവരാണോ നിങ്ങൾ? എന്നാ നിങ്ങളെ ഉറക്കാൻ വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു എല്ലാം കൂടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഗാന്ധി ടോക്സ് സിംഗത്തൂർ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത കാര്യം 90% ആൾക്കാർക്കും അറിയില്ല. പേഴ്സണലി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആമസോൺ പ്രൈമിൽ റെന്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പടം ഉള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ആമസോൺ പ്രൈമിലും C5ലും അവൈലബിൾ ആണ്. നല്ലോണം ഭക്ഷണം കഴിക്കുക, ഈ പടം കാണുക. സുഖരാത്രി ഗുഡ് നൈറ്റ്. അതാണ് അവസ്ഥ. 3-4 ദിവസം എടുത്തു ഈ പടം ഒന്ന് കണ്ടു തീർക്കാൻ. 2 മണിക്കൂറിന്റെ പടമാണ്. എന്നാ ട്വിസ്റ്റ് എവിടെ വെച്ചാ ഡയലോഗ് ഇല്ല. രാമൻകുട്ടി പടത്തിൽ ഡയലോഗ് ഇല്ല. അതായത് ഈ സിനിമയുടെ ആദ്യത്തെ സീൻസ് ഒക്കെ കണ്ടപ്പോൾ ഐ ഫൈൻഡ് ഇറ്റ് വെരി നൈസ് പറഞ്ഞാൽ മ്യൂസിക് വർക്കും വിഷ്വൽസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നോക്കുമ്പോ നായകനൊന്നും മിണ്ടില്ല, നായികയൊന്നും മിണ്ടില്ല. പിന്നെ നായകനും നായികയും ഊമയായിരിക്കും. ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ. 2 മണിക്കൂർ പടത്തിൽ ഒരു സിംഗിൾ ഡയലോഗ് ഇല്ല. അതിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വേറെ. ആദ്യമൊക്കെ ശരി, ഇത് പിന്നെയും കണ്ടിരിക്കുക. 2 മണിക്കൂറൊക്കെ എന്തോന്ന് മനസ്സിലാക്കാനാണ്. അയ്യേ. ആൻഡ് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സീൻ തന്നെ കർമ്മം കൺട്രാവി എന്ന് പറയുന്നത്. അതായത് ഒരു സ്ലം ഏരിയയാണ് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ഒരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഞാൻ ഈ കോളാമ്പി സ്പീക്കറിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റ് ആണ് പറയുമ്പോ ഒരാൾ കാർക്കിറിച്ച് തുപ്പുമ്പോ അയാളുടെ വായയുടെ ഉള്ളിൽ കൂടെയാണ് കാണിക്കുന്നത്. ഭക്ഷണം കഴിക്കാതിരുന്നത് ഭാഗ്യം. ആ കർമ്മം കൺട്രാവി കഴിഞ്ഞല്ലോ പറയുമ്പോഴേക്കും വിജയ് സേതുപതിയുടെ അമ്മയ്ക്ക് നടക്കാൻ വയ്യ. ഈ സിനിമയിൽ ഒരുപാട് ട്രാൻസിഷൻ സീൻസ് ഉണ്ട്. അപ്പൊ ആളെ തൂക്കി പിടിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകുന്നതാ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ തീട്ടം പോലെ ഒരു സാധനം ഇങ്ങനെ വീണോണ്ടേയിരിക്കും, ഇങ്ങനെ പീച്ചിട്ട്. പിന്നെ കാണുമ്പോ മുറുക്ക് പീച്ച് എന്താണ്. അത് ഒരുമാതിരി കോണകത്തിലെ ട്രാൻസിഷൻ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ ഇതില് വിജയ് സേതുപതിയും അതേപോലെ തന്നെ അതിഥി റാവു അവര് തമ്മിലൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷെ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ആക്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവൻ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ പിന്നെയും കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഒക്കെ അൺസൈക്കബിൾ. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അരവിന്ദ് സ്വാമി പോയിട്ട് ഒരു കംപ്ലീറ്റ് ബിവറേജ് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി നിറച്ചിട്ട് കത്തിക്കുന്നുണ്ട്. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. കുറെ സീൻസ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ വില കാണിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നി. നല്ലത് കണ്ടാൽ നല്ലത് പറയണല്ലോ. സോ ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവർക്ക് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അതായത് സിനിമ ഈസ് എൻ ആർട്ട്. ആ ആർട്ടല്ല, സിനിമ ഈസ് ലൈക്ക് എൻ ആർട്ട്, ART. അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ടു മീ പേഴ്സണലി സിനിമ പറയുമ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് ആണ്. അല്ലാതെ കണ്ണും കാണിച്ച് അവിടെ മാങ്ങ വീഴും, മേലോട്ട് നോക്കിയാൽ ചക്ക വീഴും, അങ്ങനത്തെ PhD എടുത്ത് കണ്ടുപിടിക്കുന്ന പരിപാടിക്കൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിനിമ എടുക്കാനാ പാട്. അല്ലാതെ എന്തൊക്കെ എടുത്തു വെച്ചിട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് നീ ഉദ്ദേശിച്ചത് പറയുമ്പോൾ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. സോ ടു മീ ഗാന്ധി ടോക്സ് പറയുമ്പോൾ ഭയങ്കര ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഈ ഉറക്കമില്ലാത്തവർക്കൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഉറക്ക ഗുളികയാണ് ഗാന്ധി ടോക്സ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഇതില് വിജയ് സേതുപതിയുടെ പെർഫോമൻസിനെക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അരവിന്ദ് സ്വാമിയാണ്. ആളുടെ ചില ഇമോഷണൽ സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. അതിഥി റാവുവിന്റെ കാര്യം പിന്നെ പറയാനില്ല. എല്ലാ പടത്തിലും സൂഫിയും സുജാതയിലും സകലമാന എല്ലാ പടത്തിലും ഹേ സിനാമികയിലും എല്ലാ പടത്തിലും കൊടുത്ത സെയിം റോൾ തന്നെയാണ്. ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു റൊമാൻസ് കാണിക്കലും കൊച്ചു നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപരാധമൊന്നും പറയില്ല, പക്ഷെ കണ്ടുമടുത്ത സാധനമാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഗാന്ധി ടോക്സ് ഈസ് അവൈലബിൾ ഓൺ Amazon Prime as well as Z5.